ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എണീറ്റതീലു എല്ലാവരും ഉണ്ട്, എല്ലാവരും എണീച്ചു. കുഞ്ഞാവി എണീച്ചു കേട്ടോ. ഇപ്പോൾ എണീറ്റതില്ലോ കേട്ടോ. അപ്പോൾ ദേവൂട്ടനായിട്ട് എന്നെ ഓർപ്പിച്ചത് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം എത്ര ചെയ്തിട്ടാ സമയം കണ്ടു. അപ്പോൾ സമയം 8:45. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകിട്ടാണ്, നാളോളം വൈകിട്ടാണ് എണീച്ചത്. അപ്പോൾ നമ്മളെ കുഞ്ഞുവാവ് എണീച്ചിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഭയങ്കര ചിരിപ്പാ. അപ്പോൾ എണീച്ചിട്ട് നമ്മൾ ആദ്യം പോയിട്ട് പല്ലേക്കിട്ട് പല്ലേച്ചിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ പീപ്പ് എണീച്ചേട്ടാ. പീപ്പ് ഇങ്ങനെ കിടക്കുക കേട്ടോ. പുതപ്പ് ഇവിടെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പീപ്പ് ഇങ്ങനെയാണ് നമ്മളെ കുഞ്ഞുവാവ കിടക്കല്. കുഞ്ഞാവി കുഞ്ഞാവി ഇങ്ങനെ വേണം, കൈയെല്ലാം വായിലിട്ടിട്ട്. ഉറങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈ പുതപ്പെല്ലാം വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് മടക്കി വെക്കേണ്ടതായിരിക്കും ഏറ്റവും വലിയൊരു പണി തന്നെ പറയാം. എനിക്കിത് ഈ ഒരു പണി ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതപ്പെല്ലാം മടക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണിത്. എനിക്ക് നനക്കുന്നത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഈ പുതപ്പ് മടക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല, വിരിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടമല്ല, എന്നാലും ചെയ്തേ അല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ട് ഓരോന്ന് മടക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലാങ്കറ്റ് മടക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഇരുന്ന് കൊണ്ടൊന്നും മടക്കാൻ പറ്റില്ല, ശരിക്കും നിന്നിട്ട് തന്നെ മടക്കണം. അപ്പോൾ ഞാൻ നിന്നിട്ട് മടക്കിയിട്ട് ഇത് ഓരോന്ന് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ ബെഡ്റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഹോം ടൂറിൽ വീട് മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ദേവൂട്ടനാട്ടോ ഫസ്റ്റ് പല്ലേക്കുന്നത്. അപ്പോൾ ദേവൂട്ടൻ പല്ലേച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്കുരുവിനെ പല്ലേപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവൂട്ടൻ പല്ലേക്കുന്നുണ്ട്. ഫസ്റ്റ് ഭയങ്കര സ്പീഡായിട്ട് തന്നെ പല്ലേക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല, 2 വട്ടം വരച്ചിട്ട് പിന്നെ 3-ാമത്തെ തവണ വെള്ളം കുളുകുളാക്കിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രഷ്. അപ്പം ഞാനും പല്ലേക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും തേച്ചിട്ട് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇങ്കുരുവിനെ തേപ്പിക്കാമെന്ന്. അപ്പോൾ ഇങ്കുരുവിനെ തേപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇങ്കുരു ചെറുപ്പത്തിൽ തന്നെ പല്ലെല്ലാം തേക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിന്. അതിനോട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇങ്ങനെ പല്ലേപ്പിക്കാനൊന്നും. പിന്നെ വായിന്ന് കുളുകുളു ആക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ. അപ്പോൾ ഇന്ന് ചായക്ക് പഴയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ ചായ വന്നിട്ടാ. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ ചെറിയ എന്താ പറയുക വളരെ എളുപ്പമുള്ള പിന്നെ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞായറാഴ്ച കുറച്ച് ലേറ്റായിട്ടല്ല എണീക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ. അപ്പോൾ കുഞ്ഞിനയുടെ താഴെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് ഞാനും പിന്നെ അമ്മയും പിള്ളേരും എല്ലാവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ അതാ ചായലും കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുളിപ്പിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ഞുമാനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഉറക്കണം. പിന്നെ നമ്മൾ
ഇവന് ഭയങ്കര കലിപ്പയാണ് കേട്ടോ, അവന് ഇഷ്ടപ്പെടാത്ത ഉപ്പ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞാവനെ സുന്ദരക്കുട്ടപ്പനായിട്ട് ഒരുക്കിയിട്ട് ഇച്ചാലെ കിടത്തിയിട്ട് ഇറക്കി. അപ്പോൾ കുഞ്ഞാവക്ക് തന്നെ കുറിയെല്ലാം വെച്ച് കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 മണി ആവാനാകുമ്പോൾ പിള്ളേർക്ക് വത്തക്കെല്ലാം മുറിച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിലാട്ട് ഇട്ടത്. ഇന്ന് കുറേ ലേറ്റ് ആയതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ തന്നെ എല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ വാഷിംഗ് മെഷീൻ കുറേ കഴിഞ്ഞ് ഒരു മണിക്കൂർ 43 മിനിറ്റാണ് കാണിച്ചത്. അപ്പോൾ 43 മിനിറ്റോളം അലക്കിയിട്ടാവും. ഇന്ന് കുഞ്ഞാവ വേഗം എണീറ്റിന് ഒരു കുറച്ച് സമയം കിടന്നിട്ട് ഉറങ്ങിയിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കുഞ്ഞാവനെ നമ്മൾ പായിട്ടിട്ട് കളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പം അങ്ങനെ ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നു. അപ്പോൾ കുഞ്ഞാവ അവിടെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവൂട്ടന് ചോറ് കൊടുത്തു. വേഗം ചോറിക്കാൻ പറയുന്നുണ്ട്. TV വെക്കിയിട്ട് ചോറിക്കും. അപ്പോൾ ഇൻകുരുവിന് ഞാനാട്ടോ ബയലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞിയും ചിക്കൻ വറവുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതും കുടിക്കുകയാണ്. പിന്നെ നല്ല നാടൻ ചിക്കൻ വറവാണ്. പിന്നെ കണ്ണിമാങ്ങേൻ്റെ ഇതുകൊണ്ട് പിള്ളേർക്ക്. അപ്പം അങ്ങനെ ഞാൻ ചോറിക്കാൻ സമയമായി. അപ്പോൾ ചോറെടുത്തു. പിന്നെ ചോറെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ കറി, എനിക്ക് വേണ്ടത്ര ചിക്കൻ കറി ഞാൻ എടുത്തു. കാരണം എനിക്ക് ചോറിനേക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ട കറിയാണ്. അപ്പോൾ അങ്ങനെ കറിയെല്ലാം എടുത്തു. പിന്നെ സാമ്പാറുമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ സാമ്പാർ കൊടുത്തു. പിന്നെ കുറച്ച് അച്ചാർ കൊടുത്തു, കണ്ണിമാങ്ങയുടെ അച്ചാർ. പിന്നെ മീൻമുട്ട റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ മീൻമുട്ട ധനിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. മത്തീൻ്റെ കുറേ മുട്ട കിട്ടീന്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ സാമ്പാർ ഒഴിച്ചു. അതുപോലെ തന്നെ അച്ചാർ, ഒരു കണ്ണിമാങ്ങ എടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് വയ്ക്കട്ടെ. അങ്ങനെ ഞാൻ ചോറെല്ലാം വെച്ചിട്ടാകുമ്പോഴത്തേക്ക് നമ്മളെ വാഷിംഗ് മെഷീൻ നനച്ചിട്ടായി. തുണിയെല്ലാം നല്ല ഏകദേശം ഉണങ്ങിയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ലതാണ് പിന്നെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ആറിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് എത്തി. അപ്പോൾ ഒരുപാട് തുണികളെല്ലാം ആറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏകദേശം ഉണങ്ങിയിട്ടുണ്ടാവുന്ന കുറച്ച് വെയിലുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ആറിയിടട്ടെ വേഗം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഇങ്ങനെ ആറിയിടൽ, വിരിച്ചിടൽ എന്ന് പറയും. എനിക്കിഷ്ടമല്ല. പിന്നെ ആറിട്ടെടുക്കാൻ എനിക്കിഷ്ടമല്ല, അത് മടക്കി വെക്കാൻ എനിക്കിഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏതും ഇഷ്ടമല്ല. ആദ്യമെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമെല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം ആയിട്ട് നമുക്ക് കുറേ ഡ്രസ്സെല്ലാം ഒരുപാട് നനക്കാനിടയായി. അപ്പോൾ ഭയങ്കര മടിയായി. അങ്ങനെ കേട്ടോ എൻ്റെ ഒരിത്. ഒരു ദിവസം ഭയങ്കര ഇഷ്ടമായിട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കല്ലിലേ അലക്കും. അങ്ങനെ കുറേ കാലം ഞാൻ കല്ലിൽ തന്നെ അലക്കും. പിന്നെ മടി വരുമ്പോൾ ഞാൻ വീണ്ടും വാഷിംഗ് മെഷീൻ തുടങ്ങും. അങ്ങനെയാണ് ഞാൻ. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ കാറ് സ്റ്റാർട്ടാക്കാത്ത. അപ്പം അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ വെറുതെ വന്നു ടെൻഷേട്ടൻ സ്റ്റാർട്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഞാനും പിള്ളേരെ കൂട്ടാതെ പോയി. അപ്പോൾ ഇത് എളപ്പൻ്റെ മഞ്ഞൾ കൃഷിയാണ് കേട്ടോ. എളപ്പൻ്റെ മഞ്ഞൾ കൃഷിയാണ്. കുറച്ചേ ഇല്ല കേട്ടോ ഇപ്രാവശ്യം. പോകുന്ന വൈകുന്നേരം മഞ്ചാടിക്കുറുക്കളുണ്ട്. വെള്ളം ഒഴുകുന്നുണ്ടല്ലോ ചേട്ടാ. വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നു. പാമ്പുണ്ടായില്ലല്ലോ. അപ്പോൾ കോയക്കപ്പന്തലാണിത്. കോയക്കെല്ലാം പറിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മളോട് അടടി ഉണ്ട്. കാണാൻ പിള്ളേരെ കൂട്ടാതെ പോയതുകൊണ്ട് നമ്മൾ വേഗം വന്നു. കണ്ടതിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നിട്ട് വന്നു.
അപ്പോൾ വൈകുന്നേരം നമുക്ക് അടയാട്ടോ ചായക്ക് ഉണ്ടായത് ഇതുപോലെ മടക്കട പോലെ ആക്കിയിട്ട്. അപ്പോൾ നമ്മളെ പാറു എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഡെയിമ ലൈഫിൽ പാറുവിനെ കണ്ടിട്ടല്ലോ. അപ്പോൾ പാറു ഇന്ന് കുളിക്കാത്തത് കൊണ്ട് വന്നിട്ടാ. അപ്പോൾ ഇപ്പോഴാണ് കുളിച്ചത്. എന്നിട്ട് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. അപ്പോൾ പാറു ഇവിടെ എത്തി ഗൈസ്. അപ്പോൾ രാത്രിയായിട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കുഞ്ഞുമാവേനെ കുപ്പായിൽ ഇട്ടെടുത്തു. അപ്പോൾ ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചോറെല്ലാം ബീച്ചു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതൊന്നും എടുക്കാത്ത തന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ അതേ കറികളായതുകൊണ്ട് പിന്നെ എന്താ മടുപ്പ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് അതൊന്നും എടുക്കാത്തത്. അപ്പോൾ നേരെ കുഞ്ഞാവേനെ ഉറക്കിയിട്ട് ബാക്കി രണ്ടുപേരും ഉറക്കിയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോസിനായിട്ട് വീണ്ടും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.